ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ രാജസ്ഥാൻ യാത്രയുടെ ഭാഗമായി ഞാനിപ്പോൾ എത്തിയിട്ടുള്ളത് ഉമൈദ് ഭവൻ പാലസിലാണ്. രാജസ്ഥാനിലെ ഏറ്റവും ഫേമസ് ആയ അട്രാക്റ്റീവായ നീല നഗരം, ബ്ലൂ സിറ്റി, സൺ സിറ്റി എന്നെല്ലാം അറിയപ്പെടുന്ന ജോധ്പൂരിലെ 100 വർഷം പഴക്കമുള്ള ഉമൈദ് ഭവൻ പാലസ്. 27 ഏക്കർ വ്യാപിച്ചു കിടക്കുന്ന ഈ കൊട്ടാരത്തിന് 347 റൂമുകളുണ്ട്. 64 റൂമുകൾ താജ് ഗ്രൂപ്പിൻ്റെ ഹോട്ടലിനായി നൽകിയിരിക്കുകയാണ്. സെക്കൻഡ് സെഷൻ ഇപ്പോഴത്തെ മഹാരാജാവായ ഗൽ സിംഗിൻ്റെ പ്രൈവറ്റ് റെസിഡൻസാണ്. ഇവിടേക്ക് ആർക്കും പ്രവേശനമില്ല. മൂന്നാമത്തെ സെക്ഷനിലാണ് വിനോദസഞ്ചാരികൾക്ക് എൻട്രിയുള്ള മ്യൂസിയം പാലസ്. ഇത് മഹാരാജ ഉമൈദ് സിംഗ് ഇദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥമാണ് ഈ പാലസിന് ഉമൈദ് ഭവൻ പാലസ് എന്ന പേര് വന്നത്. ഉമൈദ് സിംഗ് മഹാരാജാവാണ് ഈ കൊട്ടാരം നിർമ്മിച്ചത്. ഈ കൊട്ടാരത്തിൻ്റെ നിർമ്മിതിക്ക് പിന്നിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സ്റ്റോറിയുണ്ട്. 1920 ജോധ്പൂരിൽ ഭയങ്കരമായ വരൾച്ചയുണ്ടായി. കർഷകർ പട്ടിണിയിലായി. തുടർന്ന് കർഷകർ മഹാരാജാവിനെ കണ്ട് സഹായം അഭ്യർത്ഥിക്കുകയും അതിന് പരിഹാരമായി ചിത്താർ കുന്നുകളിൽ ഒരു കൊട്ടാരം നിർമ്മിക്കാൻ മഹാരാജാവ് തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ 3000-ഓളം കർഷകർക്ക് ജോലി സാധ്യമായി. 1929 കൺസ്ട്രക്ഷൻ ആരംഭിച്ചു. 15 വർഷങ്ങൾക്ക് ശേഷം 1944 കൺസ്ട്രക്ഷൻ വർക്ക് പൂർത്തീകരിച്ചു. ഈ കാണുന്നത് ഉമൈദ് ഭവൻ പാലസിൻ്റെ ഒരു മിനി മോഡലാണ്. ഇവിടെ കുറേ ഗാലറികളുണ്ട്. എല്ലാം റോയൽ കളക്ഷൻസ് ആണ്. ടെക്സ്റ്റൈൽസ് കളക്ഷൻസ്, ട്രോഫി കളക്ഷൻ, അങ്ങനെ നിരവധി കളക്ഷൻസിൻ്റെ പ്രദർശനമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. എല്ലാം വളരെ ഭംഗിയായ അടുക്കും ചിട്ടയോടും കൂടിയാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നതാണ് ഏറ്റവും നമ്മെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം. മഹാരാജാക്കന്മാരുടെ അൾട്രാ ലക്ഷറി ലൈഫ് സ്റ്റൈൽ ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. രാജാക്കന്മാർക്ക് ബ്രിട്ടീഷുകാരുമായി നല്ല കണക്ഷനായിരുന്നു എന്ന് ഈ പ്രദർശന വസ്തുക്കളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ഉള്ള ധാരാളം ഈ കളക്ഷൻസ്, പാത്രങ്ങൾ, അതേപോലെ മുദ്രകൾ, അങ്ങനെ രാജാക്കന്മാരുടെ കാലത്തെ ചിത്രങ്ങൾ എല്ലാം തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. വാളുകൾ, മുദ്രകൾ. ഈ കാണുന്നത് രാജാവ് വേട്ടയാടിയ മൃഗങ്ങളുടെ സ്റ്റഫ് ചെയ്ത ശരീരഭാഗങ്ങളാണ്. കരടി, പുലി, മുതല തുടങ്ങിയ മൃഗങ്ങളെയാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഈ കാണുന്നത് റോയൽ ഫാമിലിയുടെ മനോഹരമായ ഫോട്ടോസാണ്. രാജാവിൻ്റെ ഡൈനിങ് റൂമാണിത്.
വിവിധയിനം ട്രോഫികൾ, ചേതക് എന്ന പേരുള്ള രാജാവിൻ്റെ കുതിരയുടെ പ്രതിമയാണിത്. മഹാറാണിയുടെ മേക്കപ്പ് റൂമാണിത്. മിറർ, മഹാറാണിയുടെ കോസ്റ്റ്യൂംസ് എല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇത് മഹാരാജാവ് ഭഗത് സിംഗും അദ്ദേഹത്തിൻ്റെ റാണി ഹേമലതയും. അങ്ങനെ നിരവധി വസ്തുക്കളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ഓരോ ഗാലറിയിലുമായി ഒരുപാട് വസ്തുക്കൾ നമ്മൾ കാണാം. ഇത് പെയിൻറ്റിങ്ങുകളുടെ ഭാഗമാണിത്. കളക്ഷനാണിത്. പല രൂപത്തിലുള്ള മനോഹരമായ ക്ലോക്കുകൾ ഇവിടെയുണ്ട്. ക്ലോക്കുകളാണ്. ആഭരണപ്പെട്ടി, വിവിധ ഇനം ലാമ്പുകൾ, അങ്ങനെ ഒരുപാട് മനോഹരമായ വസ്തുക്കളുടെ കളക്ഷൻ ആണ് ഈ മ്യൂസിയത്തിലുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇതൊരു എൻട്രൻസ് ആണിത് ഈ പാലസിലേക്കുള്ള. അപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് ഞങ്ങൾ പോവുകയാണ്. അടിപൊളി കാഴ്ചകളാണെല്ലാം. പറ്റുന്നവരൊക്കെ വന്ന് രാജസ്ഥാൻ സന്ദർശിക്കുക, ഇതെല്ലാം കാണുക. ഇതൊക്കെ കാണുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഭാഗ്യമാണ്. അപ്പോൾ എന്തായാലും ഞാൻ കണ്ട കാഴ്ചകളൊക്കെ ഞാൻ ഒപ്പിയെടുത്തിട്ടുണ്ട്. ഭയങ്കര എഫർട്ട് എടുത്താണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. വളരെ ഹറിബറി ആയിട്ടാണ്. നമുക്ക് നിന്ന് കണ്ട് കാണാൻ ഒരുപാടുണ്ട്. പക്ഷെ നമുക്ക് പെട്ടെന്ന് നമ്മൾ ഗ്രൂപ്പ് ഇങ്ങനെ പോകുന്നതുകൊണ്ട് പെട്ടെന്ന് നമുക്ക്
ടൈം കിട്ടാറില്ല, എങ്കിലും എനിക്ക് പറ്റുന്നവരൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും അടുത്ത സീൻ, അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ്. മനോഹര ദൃശ്യങ്ങളുമായി വരുന്നവരെ ഗുഡ് ബൈ.